നല്ല കാളാഞ്ചിയും മാങ്ങയും കൂടെ ഇട്ട ഒരു മീനും മാങ്ങയും കറിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. തേങ്ങാപ്പാലിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ഒരു ചൂടായ പരന്ന പാനിലോട്ട് ഞാൻ 1 കപ്പോളം വെളിച്ചെണ്ണ, അതായത് ഒരു 1.5 കിലോയോളം മീനുള്ളതുകൊണ്ടാണ് അത്രയും വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഞാൻ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഉലുവ പൊട്ടിച്ചു. അതിനകത്തോട്ട് 1 കപ്പ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 10 പച്ചമുളക്, ഒരു 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇത് ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് മാഷ് ആവണം. അതുവരെ അതിൻ്റെ വെള്ളമയൊക്കെ പോയി കട്ടിയായിട്ടുള്ളതൊന്ന് മാഷായി കിട്ടും. അപ്പോൾ ടൊമാറ്റോ ഒക്കെ ഒരുമാതിരി വഴന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിടുന്നത്. വഴറ്റുമ്പോൾ ചെറിയ തീയിൽ വഴറ്റണം. എന്നിട്ട് നന്നായിട്ട് വഴന്ന് കിട്ടട്ടെ. ഇപ്പം മീൻകറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നാളികേരത്തിൻ്റെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കണം. ആ 2ാം പാലിലാണ് മീനൊക്കെ നമുക്ക് ആദ്യം വേവിക്കേണ്ടത്. അപ്പോൾ 2ാം പാൽ ഒഴിച്ചതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമാങ്ങ നല്ല തിൻ സ്ലൈസായിട്ട് അരിഞ്ഞ പച്ചമാങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. ആ പച്ചമാങ്ങയുടെ ടേസ്റ്റ് തേങ്ങാപ്പാലിൽ കിടന്ന് വേവുമ്പോൾ ഉള്ളത് ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് കുക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല തിന്നായിട്ട് അരിഞ്ഞ മാങ്ങ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് നമുക്കതിന് ഇനി നമുക്കിതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മാങ്ങയും മീനും കൂടെ ഒന്നിച്ച് വെന്ത് വന്നോളും. ഒരു തിള വന്നപ്പോഴത്തേക്കും ഞാൻ ഇത് കാളാഞ്ചി ഫിഷാണ് ഉപയോഗിച്ചേക്കുന്നത്. കറിക്കട്ടായിട്ട് കാളാഞ്ചി ചെറിയ പീസസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1.5 കിലോ കാളാഞ്ചി ഫിഷിനാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ കണക്കാണ് ഈ പറഞ്ഞതെല്ലാം. എന്നിട്ട് നമുക്കിതിനെ ഞാനിപ്പോൾ ഫിഷ് മുഴുവൻ ചേർത്ത് കഴിഞ്ഞു. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ആ ഫിഷും മാങ്ങയും എല്ലാം കൂടെ ഒന്ന് വെന്ത് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്കത് വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് തലപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. നാളികേരത്തിൻ്റെ 1ാം പാൽ, 2ാം പാലിലാണ് ഇതൊക്കെ വെന്ത് കിട്ടിയത്. അത് കഴിഞ്ഞ് നമുക്ക് നാളികേരത്തിൻ്റെ 1ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ ഞാനിത് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് ചോറിനും പിന്നെ പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയല്ലേ. അപ്പം ചോറിന് ഒഴിച്ചു കൂട്ടാനും വേറെ കറികളൊന്നും വേണ്ട. മീനും ഉണ്ട്, അതിൻ്റെ ഒരു തോരനും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലഞ്ച് റെഡിയാകും.